السلام عليكم طلاب الأعزاء، كيف الحال؟ هل قرأتم الحوار؟ هل درستم؟ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ? റാഹത്തല്ലേ? എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസ് കാണാറുണ്ടോ? എല്ലാ ദിവസവും ക്ലാസ്സുകൾ കേൾക്കണം. സ്കൂളില്ല എന്ന് കരുതി കളിച്ച് നടക്കരുത്. പഠിക്കുകയും വേണം, കളിക്കുകയും വേണം. ടീച്ചർമാർ ഒന്നും ചോദിക്കൂല, മാഷൊന്നും ചോദിക്കൂല എന്ന് വിചാരിച്ച് പുസ്തകമൊന്നും എടുക്കാതിരിക്കരുത്. ഇനി നമ്മുടെ കൊറോണ ഒക്കെ പോയി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ ആദ്യം മുതലൊക്കെ പഠിക്കൽ വലിയ പ്രയാസമാവും. അപ്പോൾ ഓരോ ദിവസവും എടുക്കുന്ന പാഠഭാഗങ്ങൾ അന്ന് തന്നെ പഠിക്കണം. മാഷ് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അത് എല്ലാ ദിവസവും പഠിക്കുക. ഓരോ ദിവസവും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ പഠിച്ചാൽ വളരെ പെട്ടെന്ന് പഠിക്കും. നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഹാദിഫിൻ്റെയും സിഞ്ചാബിൻ്റെയും ഹിവാറാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നഹ്നു നദ്റുസു അൽ ബാഖി. നമ്മൾ പറഞ്ഞത് ഇതാണ്: വസ്വല ഹാദിഫ് ഇല സിഞ്ചാബ്. വസ്വല മാന എത്തി, ഹാദിഫ് എത്തി, ഇലാ സിഞ്ചാബിൻ, ഇലാ സിഞ്ചാബിൻ, സിഞ്ചാബിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ടോ എന്താണ് പറഞ്ഞത്? ഹാദിഫ് എനിക്ക് നിന്റെ തോയറത്തുൽ വറഖിയ എടുത്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തു തരാം. എവിടെയാണ് എന്ന് ചോദിച്ചു. അല ഹാദിഹി ഷജറ, ഷജറയുടെ മുകളിലാണ് എന്ന് പറഞ്ഞു. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഫൈദൻ ഖാല സിഞ്ചാബ് മിൻ ഫളിക് ഇൻതളിർ, മിൻ ഫളിക് ഇൻതളിർ, പ്ലീസ് വെയിറ്റ്. മിൻ ഫളിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? പ്ലീസ്, ദയവായി. ഇൻതളിർ എന്ന് പറഞ്ഞാൽ വെയിറ്റ്, കാത്തു നിൽക്കൂ. മിൻ ഫളിക് ഇൻതളിർ. ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കൂട്ടുകാരൻ നിങ്ങളെ വീടിൻ്റെ അടുത്തെത്തി, നിങ്ങളെ വിളിച്ചു, വേഗം വാ എന്ന് പറഞ്ഞു. ബസ് വരാനായി, വേഗം വാ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ പറയാ? ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ പറയില്ലേ? എടാ ഒന്ന് വെയിറ്റ് ചെയ്യടാ പ്ലീസ്. അതുപോലെയാണ് സിഞ്ചാബ് പറയുന്നത് മിൻ ഫളിക് ഇൻതളിർ. അപ്പോൾ നിങ്ങളെ കൂട്ടുകാരിനെ അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി. എന്ത്? മിൻ ഫളിക് ഇൻതളിർ, മിൻ ഫളിക് ഇൻതളിർ. അങ്ങനെ നമ്മുടെ സിഞ്ചാബ് തോയറത്തുൽ വറഖിയ ഹാദിഫിന് എടുത്തു കൊടുത്തു. ഹാദിഫിന് തോയറത്തുൽ വറഖിയ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. നഷ്ടപ്പെട്ടു പോയ തോയറത്തുൽ വറഖിയ കിട്ടിക്കാൻ ഭയങ്കര സന്തോഷമായി. ഹാദിഫിന് ഭയങ്കര ഫറഹ് വസുറൂർ, ഭയങ്കര സന്തോഷമായി. അപ്പോ നമ്മുടെ ഹാദിഫ് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. സിഞ്ചാബിനോട് എന്താ പറയാ? നമുക്കൊരാൾ ഉപകാരം ചെയ്തെന്ന നിങ്ങൾ എന്താ പറയാ? നമുക്കൊരാൾ ഒരു ഉപകാരം ചെയ്തെന്ന എന്താ മോനെ? താങ്ക് യു പറയും. ശരിയാണ്, സഹീഹ്, താങ്ക് യു പറയും. ഇപ്പൊ അറബിയിൽ കൈഫ ശക്കറ ഹാദിഫ്, കൈഫ ശക്കറ ഹാദിഫ്. ഹാദിഫ് എങ്ങനെയാണ് താങ്ക് യു പറഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് ഓർത്തു നോക്കൂ. ഫക്കിറു. ഹാദിഹിൽ കലിമ ദറസ്തും ഫി സ്വഫിൽ അവ്വൽ. നിങ്ങൾ 1ാം ക്ലാസ്സിൽ നിന്ന് ഇത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ശുക്രൻ. സഹീഹ്, ശുക്രൻ, ശുക്രൻ. ഖാല ഹാദിഫ് ലിസിഞ്ചാബ് ശുക്രൻ. ഹാദിഫ് സിഞ്ചാബിനോട് പറഞ്ഞു എന്ത്? ശുക്രൻ, ശുക്രൻ. നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കൂ, കാണുന്നില്ലേ? പാഠപുസ്തകത്തിലേക്ക് നോക്കൂ. ഹാദിഫ് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് നമ്മുടെ സിഞ്ചാബിനോട് പറയുന്നുണ്ടാവും ശുക്രൻ. ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താങ്ക് യു. ഫിൽ ലുഗത്തിൽ ഇൻജിലീസിയ താങ്ക് യു. നഹ്നു നഖൂൽ ഫിൽ ലുഗത്തിൽ മലയാളം നന്ദി. അറബിയിൽ എങ്ങനെ പറയും? ശുക്രൻ.
وقال السنجاب عفوا عفوا عينان عفوا شكرا عفوا. നമ്മൾ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചെന്താ പറയാ? അഫുവൻ. സിഞ്ചാബ് എന്ത് പറഞ്ഞു? അഫുവൻ എന്ന് പറഞ്ഞു. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. മാഷ് ഒന്നുകൂടെ വായിച്ചു തരാം. നിങ്ങൾ പുസ്തകത്തിലേക്ക് നോക്കിയിരിക്കുക. ഏറ്റവും മുകളിൽ നിന്നാണ് വായിക്കുന്നത്. മിൻ ഫളിലിക് ഇൻതളിർ ശുക്രൻ അഫുവൻ. അൽ ഫഹിംതും? മനസ്സിലായോ? മാഷ് ഒന്നുകൂടെ വായിച്ചു തരാം. മിൻ ഫളിലിക് ഇൻതളിർ ശുക്രൻ അഫുവൻ. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ഹിവാർ അഭിനയിച്ച് കാണിക്കണമെന്ന്, അല്ലേ? നിങ്ങളെപ്പോലെ 2 കുട്ടികൾ നമ്മളെ കഴിഞ്ഞ പാഠം അവരെ വീട്ടിൽ വെച്ചിട്ടൊരു ഹിവാർ നടത്തിയത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ. നിങ്ങളത് കാണാം. നിങ്ങളെ പോലത്തെ കുട്ടികളാണ്, 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ. അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളും അതുപോലെ എന്ത് ചെയ്യണം? ഹിവാർ നടത്തിയിട്ട് നിങ്ങളെ മാഷ്ക്ക് അയച്ചു തരാം. എനിക്ക് എൻ്റെ കുട്ടികൾ, എൻ്റെ സ്കൂളിലെ കുട്ടികൾ അയച്ചു തന്ന ഒരു ഹിവാറാണ് കാണിക്കുന്നത്. ഒരു വലതും ഒരു ബിന്ദും. ഒരാൾ ഹാദിഫായി, ഒരാൾ സിഞ്ചാബായി. എനിക്ക് വളരെ ഇഷ്ടമായി ആ കുട്ടികളുടെ ഹിവാർ. നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾ ആ പാഠം ചെയ്യുക, ഇപ്പൊ ഈ പഠിപ്പിച്ചതും ചെയ്യാം. ഇതിൽ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടത് ശുക്രൻ അഫ്വൻ എന്ന് എഴുതി പഠിക്കുക. നമുക്ക് എല്ലാ ഹിവാറും അവസാനിക്കുമ്പോൾ ശുക്രൻ അഫ്വൻ ഉണ്ടാവും. തുടക്കത്തിൽ സുബാഹുൽ ഖൈർ സുബാഹുൽ നൂർ, അതല്ലെങ്കിൽ മസാവുൽ ഖൈർ മസാവുൽ നൂർ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാണ് തുടങ്ങുക. അവസാനിക്കുന്നത് ശുക്രൻ അഫ്വൻ എന്നാണ്. അപ്പം അതുകൊണ്ട് വൃത്തിയായിട്ട് ഒരു പേജിൽ ശുക്രൻ 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 എന്ന് എഴുതി പഠിക്കുക. അടുത്ത പേജിൽ അഫുവൻ, ഐനാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. അഫുവൻ അഫുവൻ എന്നാണ് ചില കുട്ടികളൊക്കെ അങ്ങനെ പറയുക. ഐനാണ് അഫുവൻ. അതും നന്നായിട്ട് എഴുതി പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ഇഷ്ടമായി? ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.